ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് അതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിക്കോട്ടെ. അപ്പം ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. മുഖം എപ്പോഴും നല്ല മോയ്സ്ചറൈസ് ആയിരിക്കണം. ആൻഡ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആക്ച്വലി അത് ഏത് ഫൗണ്ടേഷനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ്. ഞാൻ കുറേ ഫൗണ്ടേഷൻ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഒന്നെങ്കിൽ ഡാർക്ക് ഷെയ്ഡായിരിക്കും, അല്ലെങ്കിൽ ലൈറ്റർ ഷെയ്ഡായിരിക്കും. അപ്പോൾ നിങ്ങളും മേടിക്കുമ്പം മാക്സിമം കടയിൽ പോയിട്ട് മേടിക്കാൻ നോക്കുക. അങ്ങനെ നമ്മൾ ഇട്ട ഫൗണ്ടേഷനൊക്കെ നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ കൺസീലറാണ് എടുക്കുന്നത്. ഇത് ഇപ്പോൾ കുറേ ഷോപ്സിൽ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആക്ച്വലി ഇത് പേർപ്പിളിൽ നിന്നാണ് മേടിച്ചത്. ആൻഡ് നമ്മളടുത്തത് സ്ട്രോപ്പ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് വൈബേൻ്റെ അത് പിങ്കാണ്. ആൻഡ് നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പ്രൊഡക്ട്സിനെ കുറിച്ച് അധികം പറയാത്തത്. ആൻഡ് നമ്മൾ ആ സ്ട്രോപ്പ് ക്രീം ഇട്ടത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചീക്സിലും നോസിലും പിന്നെ കുറച്ച് തടിയിലിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ബ്ലഷ് ഇട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ ഐബ്രോസ് ഒന്നുകൂടി ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ ഓൾറെഡി ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെയാണ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കാമെന്നുള്ളത് വന്നത്. ഞാൻ ഐ ഷാഡോ ഇടാൻ മറന്നു. എന്നിട്ട് ഞാൻ പിന്നെ അത് പോയിട്ട് ഇടുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കോമ്പാക്റ്റ് ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. അങ്ങനെ ഐ ഷാഡോ ഒക്കെ ഇട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് ഇത്. ഈ ജനലിൻ്റെ കമ്പി വരാണ്ടിരിക്കാൻ ഞാൻ കുറേ നോക്കി. എന്നിട്ട് ഞാൻ ഒരു ജനലിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഐലൈനർ ഞാൻ പഠിച്ച പണി 18 നോക്കി ഫോണിൽ എഴുതാൻ വേണ്ടിയിട്ട്, പക്ഷെ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ കണ്ണാടിയിൽ തന്നെ പോയിട്ട് എഴുതിയിട്ട് വന്നു. എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഹൈലൈറ്റർ ഇട്ടു. ആദ്യം ഇട്ടപ്പോൾ ഞാൻ വെച്ച് കൂടിയെന്ന്, പിന്നെ അത് ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ കറക്റ്റായിരുന്നു. ആൻഡ് ഇത് നമുക്ക് എപ്പോഴും തോന്നും ആദ്യം ഇട്ട് കഴിഞ്ഞാൽ കൂടുതലാണെന്ന്, പക്ഷെ അത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഹൈലൈറ്ററൊക്കെ ഇട്ടതിൻ്റെ പൗഡർ ഹൈലൈറ്ററും ഉണ്ടായിരുന്നു. ഞാനത് അടുത്താണ് യൂസ് ആക്കാൻ തുടങ്ങിയത്, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആൻഡ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് വെറ്റായിട്ടുള്ള ചുണ്ടാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് വാട്ടറി ആയിട്ടാണ് നമ്മുടെ ചുണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ആൻഡ് നമുക്ക് ഫുള്ളായിട്ട് ഞാൻ ലിപ്പ് ലൈനും കൂടി ചെയ്ത് കൊടുത്തിട്ടാണ് ഇട്ടേക്കണം. പിന്നെ നല്ല ഡാർക്കായി, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡ് ഇട്ടിട്ട് ചെയ്യണം. പിന്നെ ഒരിക്കലും ലിപ്സ്റ്റിക്ക് പുറത്തേക്ക് ആയിക്കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇതാക്കരുത്. നമ്മൾ ഫൗണ്ടേഷനോ കൺസീലറോ യൂസ് ചെയ്ത ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുക, കൺസീൽ ചെയ്ത് കൊടുക്കുക ആ ഭാഗം. അങ്ങനെ ഞാൻ ഒരുങ്ങി വന്നപ്പോഴേക്കും വെയിൽ പോയി. അതുണ്ടായി. പിന്നെ വെയിലുള്ള ഭാഗത്തേക്ക് ഞാൻ ഇങ്ങനെ ചെരിഞ്ഞ് പോവുമായിരുന്നു. വെയിൽ വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഞാൻ. അങ്ങനെ ഞാൻ എണീച്ചിട്ട് വെയിലുള്ള ഭാഗത്ത് പോയി നിന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പിന്നെ ഒരു ഡ്രസ്സും കൂടി ഇട്ടു. ഞാൻ അബായയാണ് ഇട്ടത്. ആൻഡ് അതിലുള്ള ലുക്കാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അവസാനം കുറച്ച് ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസ്. അപ്പോൾ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.